guys, welcome back to our YouTube channel. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് ചലഞ്ച്? ചലഞ്ച് ലൂസിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനത്തിന്റെ തീറ്റ മത്സരം. അതെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു തീറ്റ മത്സരമായിട്ടാണ്. തീറ്റ മത്സരം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ മാഗി തീറ്റ മത്സരം, അങ്ങനത്തെ ഒരു ലോഡ് ഐറ്റംസ് തന്നെ അങ്ങനത്തെ തീറ്റ മത്സരമല്ല. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, എന്നാൽ അത് നമ്മൾ ഒരുപാട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ലൂസേ? നമ്മൾ അതിന് പേരെന്തായിരുന്നു? പേരൊന്നുമില്ല, നല്ല കാന്താരി മുളകാണ്. നല്ല മുളക് ചമ്മന്തി, അതായത് നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് ചമ്മന്തി മുട്ടയുടെ ഇടയിൽ തേച്ച് കഴിക്കുക. അതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ബട്ട് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആരാണ് നോക്കും. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ചമ്മന്തി തന്നെയാണ്. ചമ്മന്തി എന്ന് പറയുന്നത് പേര് മാത്രമേ ചമ്മന്തി ഉള്ളൂ, മുളക് അരച്ച് തരിക ഏകദേശം അതുമാതിരി ഉണ്ടാവും അല്ലേ? അതെ, നമ്മുടെ അമൃത ചേച്ചിയാണ് അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തരുന്നത്. ആള് ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ കൂട്ടി ചെയ്യുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചാലഞ്ച് നമ്മൾ ചെയ്യണ മാതിരി ആയിരിക്കില്ല, ആളുണ്ടാക്കി തരുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഹൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചമ്മന്തിന്റെ റെസിപ്പി അമൃത ചേച്ചിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ചമ്മന്തിക്കായി 5 മുളകാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഭയങ്കര സ്പൈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. 6 മുളകുണ്ട് അതില്. 6 മുളകുണ്ട് ഗൈസ്, എനിക്ക് എണ്ണം തെറ്റിയതാണ്. അപ്പൊ നമുക്ക് 6 മുളകുണ്ട്. 6 മുളക് കൊണ്ടാണ് നമ്മളിന്ന് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. എത്രമാത്രം സ്പൈസി ആണെന്ന് അറിയില്ല, നമുക്ക് കഴിച്ചാൽ മാത്രമേ അറിയുള്ളൂ. മുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് അടിക്കുക. ഇതാണ് നമ്മുടെ ചമ്മന്തി. നല്ല ടേസ്റ്റി ആയിരിക്കുന്ന അമൃത ചേച്ചി പറയുന്നു. അമൃത ചേച്ചി ആരാന്ന് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നല്ലോണം അരച്ചെടുക്കുക. അപ്പൊ മുളക് ചമ്മന്തി അരച്ചു കഴിഞ്ഞപ്പോ തന്നെ തുറന്നപ്പോ തന്നെ അമൃത ചേച്ചി ഒരേ ചുമയായിരുന്നു. പോയി നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലായ ഒടുക്കത്തെ എരിവിന്റെ മണല്ലേ. ഇത്ര മാത്രം എരിവായിട്ട് അരച്ചു തരുന്നു വിചാരിച്ചില്ല. 2 മുളകൊക്കെ ഞാൻ മാറ്റിയിടാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ 6 മുളകും ഇട്ട് ഗൈസ്. നല്ല എരിവ് മണം, എന്താ പറയാ, ഇത് മൂടി തുറന്നപ്പോ തന്നെ ഇപ്പോഴും മുളകിന്റെ മണം അങ്ങനെ കേറുന്നു. പച്ചപ്പ് ഭയങ്കര പച്ച മുളകില്ലേ, പച്ചപ്പിന്റെ മണം അടിച്ചോണ്ടിരിക്കണത്. എങ്ങനെ കഴിക്കുന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം ഗൈസ്. അമൃത ചേച്ചിയാണ് നമ്മുടെ ചമ്മന്തി അരച്ചത്. അമൃത ചേച്ചി, ചമ്മന്തി ഇത് എത്ര എരിവായി അരച്ചത്? നമ്മള് പ്ലാൻ ചെയ്തത് 4 മുളകായിരുന്നു, പക്ഷെ ഞാൻ 6 ഇട്ട്. 6 മുളകൊക്കെ എന്തിനാ ഇട്ട്? നമുക്കത് കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. ചലഞ്ച് എന്ന് പറഞ്ഞപ്പോ അമൃത ചേച്ചി ചലഞ്ച് പോലെ തന്നെ എടുത്ത് ചലഞ്ച് ഈസ് ചലഞ്ച്. അതെ, വേറെ ഒന്നുമില്ല. മുട്ട മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇനി നമ്മള് ചമ്മന്തി തേച്ച് കഴിക്കലാണ് അടുത്ത പരിപാടി. അപ്പൊ നമ്മുടെ ലൂസ് നമ്മൾ ഒരുങ്ങാൻ പോയിരിക്കുകയാണ്. അതിനുള്ളിൽ നമുക്ക് ഇത് ചമ്മന്തി തേച്ച് വെക്കാം ഗൈസ്. ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള ചമ്മന്തി മുട്ടയിൽ തേക്കലാണ് അടുത്ത പരിപാടി. നമുക്ക് ഇനി മുട്ടയിൽ തേക്കാം. ഇനിയിപ്പോ ഇത് കഴിച്ചിട്ട് ഇനി കക്കൂസിൽ തന്നെ ഇരിക്കുമെന്നും അറിയില്ല. നമുക്ക് ജിമ്മിലും കൂടെ പോകാനുണ്ട്. ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ 3 പേരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തന്ന അമൃത ചേച്ചിയും ഞങ്ങൾ രണ്ടാളും. ഈ മുട്ട കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കുറച്ച് മുട്ട മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ ഇത്രയും എരിവായിട്ടുള്ള സാധനം കഴിക്കുന്നതുകൊണ്ടാണ് കുറച്ച് മുട്ട മാത്രം എടുത്തിരിക്കുന്നത്. അതെ, അമ്മ ഭയങ്കര കൊതിക്കുന്നത് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ചലഞ്ചിലോട്ട് പോവാം. റെഡി? യെസ്, ഐ ആം റെഡി. ലൂസ് കൈയിടാൻ നോക്ക, വേഗം കഴിക്കാൻ വേണ്ടി. 3, 2, 1 സ്റ്റാർട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടന്റെ മഞ്ഞ ഈസോഫാഗസിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കഴിച്ചു. ഞാൻ അങ്ങനെ 4 എണ്ണം കഴിച്ചു. ഞാനാണ് ജയിച്ചിരിക്കുന്നത്. ഞാൻ 3 എണ്ണം. ഇത് ഞങ്ങളെന്താ ഇടയിൽ കൂടെ സംസാരിക്കാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ തൊണ്ടയിൽ കുടുങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ മഞ്ഞയില്ലേ, മഞ്ഞ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഒട്ടിപ്പിടിക്കണം. ഞാൻ എന്തുകൊണ്ട് സ്പീഡ് കഴിച്ചെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തു. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരെണ്ണം ഇൻഡിവിജ്വലി കഴിച്ചത് മെല്ലെ അരേറ്റെ പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ആ പച്ചമുളകിന്റെ എരിവ് മൊത്തം നമ്മുടെ വായിലൊക്കെ സ്പ്രെഡ് ആയി എരിവ് വരും. അപ്പോഴേക്കും അടുത്ത മുട്ട കിട്ടിയെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് സെറ്റ് ആയി പോയിക്കോളും. അങ്ങനെ ഞാൻ 4 മുട്ട പെട്ടെന്ന് കഴിച്ചു. അപ്പൊ ഈ സാധനം നല്ല എരിവുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും ചറപ്പറാന്ന് കഴിച്ചു കഴിഞ്ഞു. അമൃതയ്ക്ക് എരിവുണ്ടായിരുന്നോ? ഇവരൊക്കെ നല്ല എരിവ് കഴിക്കണതുകൊണ്ടാണ് തോന്നുന്നത് അത്ര എരിവ് തോന്നിയില്ല അല്ലേ? ആക്ച്വലി എരിവ് ഉണ്ട്, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല.
എനിക്ക് എരിവുണ്ട് കേട്ടോ, എനിക്കിപ്പോ ചുണ്ടൊക്കെ എരിവുന്നുണ്ട്. പക്ഷെ എനിക്ക് പോയ വഴിയൊക്കെ എരിയുന്നുണ്ട്. എനിക്ക് നല്ലപോലെ എരിവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സ്ലോ മോഷനിൽ കഴിക്കാൻ പറ്റി. ഇവരൊക്കെ ഭയങ്കര സ്പീഡ്, ഒടുക്കത്തെ സ്പീഡ്. എന്തോരം കഴിച്ചോ നിന്നായിരുന്നോ? ഞാനോ? നിങ്ങൾ 3, ഞാൻ 3. പക്ഷെ ഞാൻ ലേറ്റ് ആയില്ലേ. ആള് പതുക്കെ കഴിച്ചു, ഞാൻ ഇത്തിരി വേഗത്തിൽ കഴിച്ചു. ലൂസ് പക്ഷെ സീന് തന്നെയോ, എന്ത് സ്പീഡാ കഴിച്ചത്. എനിക്ക് ഇഷ്ടപ്പെടുക പറഞ്ഞാൽ ഞാൻ എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കഴിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ കഴിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. പിന്നെ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ മുട്ട ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അമ്മുവാണ് കുറെ നാളായിട്ട് മുട്ട ചലഞ്ച് ഞാൻ ജയിക്കും, നിങ്ങളാരും ജയിക്കില്ല എന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ചമ്മന്തി വെച്ചപ്പോൾ ആള് മുട്ട ചലഞ്ചിൽ തോറ്റുപോയി. എനിക്ക് അത്ര എരിവ് പറ്റാത്തതുകൊണ്ടാണ് മുട്ട ചലഞ്ചിൽ ഞാൻ തോറ്റുപോയത്. അമർ ചേച്ചി ചലഞ്ച് കഴിഞ്ഞിട്ടും ഇതിലൊരു ചമ്മന്തി എടുത്ത് നക്കി തിന്നാണ് അത്രയും അമർ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇനി ബാക്കിയുള്ള എരിയാൻ വേണ്ടി തിന്നാണ്. ആളിത്തിരി ഓവർ ഡെഡിക്കേഷൻ കാണിക്കണം. അതായത് ചലഞ്ച് നമ്മൾ സ്പൈസി മുട്ട ആയതുകൊണ്ട് ആൾക്ക് ഇത്ര നേരമായിട്ട് സ്പൈസ് വന്നിട്ടില്ല. നാക്ക് കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ വരണമെന്നാണ് ആളുടെ ആഗ്രഹം. പക്ഷെ ആളുടെ നാക്ക് കൂടെ വെള്ളം വന്നില്ല ഗൈസ്. അപ്പൊ ഇതിനെക്കാളും 2x ആയിട്ട് അടുത്ത ചലഞ്ചുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അത് അമൃത ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അമർ ചേച്ചിനെ കൊണ്ട്, അമർ ചേച്ചി ആയിരിക്കും അതിലെ മെയിൻ ക്യാരക്ടർ. അപ്പൊ നമ്മുടെ ചലഞ്ച് അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.